Good morning, all. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Okay, അപ്പൊ നമ്മള് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മള് എനിക്ക് തോന്നുന്നു 26th വരെ എടുത്തിട്ടുണ്ട് അല്ലെ? യൂറോഫ്ലോമീറ്റർ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഓക്കെ, എടുത്ത ആൾക്കാർക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചതാ. 26th വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് എക്യുപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു ക്ലാസ്സോട് കൂടി മാക്സിമം എനിക്ക് തോന്നുന്നു ഈ ഒരു എക്യുപ്മെന്റ് തീരും കേട്ടോ. ഈ ഒരു ചാപ്റ്റർ തീരും അല്ലെ? കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നി ഈ ചാപ്റ്റർ? ബോറിംഗ് ആയിട്ടെല്ലാം തോന്നിയായിരുന്നോ? No, ma'am. No, ma'am. മതിയോ? ഇല്ല. ഓക്കെ, കാരണം വേറെ പോയിന്റ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. ഈ എക്യുപ്മെന്റ്സുകൾ മാത്രം പറയുന്നുള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറെ എക്യുപ്മെന്റ്സ് ആണല്ലോ പഠിച്ചിട്ടിരിക്കുന്നത്. ചിലപ്പോൾ ചെറിയൊരു ബോറിംഗ് ഒക്കെ തോന്നാം, കുഴപ്പമില്ല. ഈ ഒരു ക്ലാസ്സോട് കൂടി മിക്കവാറും അത് എനിക്ക് തോന്നുന്നു തീരെയിരിക്കും. ഓക്കെ, ദെൻ അപ്പോ നെക്സ്റ്റ് 27 ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് കേട്ടോ. 27ാമത്തെ എക്യുപ്മെന്റോടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. യൂറോഫ്ലോമീറ്ററിന് നോട്ട്സ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് എല്ലാത്തിനും നോട്ടൊന്നും വേണ്ട. അത്യാവശ്യം ഒട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത എക്യുപ്മെന്റ്സിന് മാത്രം നോട്ട് ഞാൻ തരുന്നുള്ളൂ. എല്ലാത്തിന്റെ നോട്ട് വലിച്ചു വാരി എഴുതിയിട്ടൊരു കാര്യമില്ല. അപ്പൊ അത്യാവശ്യം വേണ്ടത് നോട്ട്സ് തരാം. ഓക്കെ, അപ്പോ ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു ടൈം തുടങ്ങി ഇപ്പോൾ സയൻസ് ഒക്കെ എടുത്ത് പഠിച്ച കുട്ടികളാണെങ്കിലൊക്കെ അറിയാൻ പറ്റും. നമ്മളെ ടെസ്റ്റുകളും മറ്റും നടത്താനായിട്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ടോ എല്ലാവരും? കണ്ടിട്ടുണ്ടോ മൈക്രോസ്കോപ്പ്? യെസ്. ഓക്കെ, എന്താണ് മൈക്രോസ്കോപ്പ്? ഓക്കെ, ഒരാളൊന്ന് പറയാമോ? ഈ മൈക്രോസ്കോപ്പ് കണ്ടിട്ടുള്ള ആരെങ്കിലും ഒരാളൊന്ന് പറയുക. എന്താണ് മൈക്രോസ്കോപ്പിലൂടെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്? ആരുമില്ല പറയാൻ? എന്താണ്? ജസ്റ്റ് ഒന്ന് പറയൂ. മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഓക്കെ, അനു മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്താണ് അനു മൈക്രോസ്കോപ്പിലൂടെ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്? അത് സ്കൂളിൽ വെച്ച് കണ്ടതാണ്. ബയോളജി ക്ലാസ്സില് ബയോളജി ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പരീക്ഷണങ്ങളൊക്കെ ലാബിലൊക്കെ പോയിട്ട് ടീച്ചർ കൊണ്ടുപോയി അല്ലെ എന്തെങ്കിലും എക്സ്പെരിമെന്റിനൊക്കെ ഉണ്ട് കൊണ്ടുപോകണം. ഓക്കെ, എന്നിട്ട് എന്തെന്നാണ് മൈക്രോസ്കോപ്പിലൂടെ അനു ആദ്യമായിട്ട് നോക്കുന്നത്? നമ്മളൊരു എന്തെങ്കിലും സസ്യത്തിന്റെ അല്ലെങ്കിൽ ജന്തുവിടെ എന്തെങ്കിലും ഒരു ചെറിയ അവയവം അതിന്റെ അടിയിൽ വെക്കാം. എന്നിട്ട് അത് വഴി നോക്കുമ്പോ നമുക്ക് അതിന്റെ ഉള്ളില് ചെറിയ ചെറിയ മറ്റേ വൈറസ് അല്ലല്ലോ, ചെറിയ ചെറിയ കോശങ്ങള് ടിഷ്യൂസ് കാണാൻ വേണ്ടി. ടിഷ്യൂസ് നമ്മള് പ്ലാന്റും സെല്ലുകളൊക്കെ കാണാനായിട്ടൊക്കെ നമ്മള് സൂക്ഷ്മജീവികളെ കാണാനും WBCs ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നമ്മൾ അതിനൊക്കെയാണ് നമ്മൾ ഈ ചെറിയ ക്ലാസ്സുകൾ ഇതുപോലെ എക്സ്പെരിമെന്റിനൊക്കെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കാം. നമുക്കിനി വായിക്കാട്ടോ. നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. The base is the support mechanism. The base is the support mechanism. ഇതൊരു എന്താണ്? അടിസ്ഥാനമായിട്ടുള്ള ഒരു പിന്തുണാ സംവിധാനമാണ്. Binocular microscope is a microscope with a head that has two eyepiece lens. അല്ലെ, രണ്ട് പീസുള്ള ലെൻസ് ഉണ്ട്, ഒരു ഹെഡ് പോലത്തെ ഒരു ഇതുണ്ട്. നമ്മൾ അതിൽ കൂടി ഇങ്ങനെ നോക്കും. എന്നിട്ടാണ് നമ്മൾ ആ ലെൻസിലൂടെ നമ്മൾക്ക് ഈ നിങ്ങൾ പറഞ്ഞ സെല്ലുകളും അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ നമുക്ക് കാണാനായിട്ട് ഈ ഒരു മൈക്രോസ്കോപ്പിലൂടെ സാധിക്കുന്നു. At present, binocular is generally used to refer compound or high-powered microscopes where two eyepiece view through a single objective lens. അല്ലെ, അതായത് രണ്ട് ഐപീസുകൾ ഉണ്ടാകും. അത് ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് വീക്ഷിക്കുന്നത്. മീൻസ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വേറൊന്നുമില്ല, ചെറിയ സൂക്ഷ്മജീവികളെയും ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ലാബിലൊക്കെ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കും ഇല്ലേ? മീൻസ് ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ കണ്ടുപിടിക്കാനും മറ്റൊക്കെയാണ് ഈ ഒരു ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഈ ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ചെറിയ ഓർഗാനിസത്തിനെയും അതുപോലെ തന്നെ വൈറസ് അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ചെറിയ സൂക്ഷ്മജീവികളെയും മറ്റും അല്ലെങ്കിൽ സെല്ലുകള് അങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിയ മൈക്രോസ്കോപ്പ് എന്താണോ അത് തന്നെയാണ് ഇവിടെ. ഓക്കെ,
അതിൽ കൂടുതലൊന്നും പറഞ്ഞ് മൊത്തത്തിലെ കൊളവാക്കണില്ല. ദെൻ നെക്സ്റ്റ് നോക്കാം, സെൻട്രിഫ്യൂജ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സെൻട്രിഫ്യൂജ്? ആദ്യമായിട്ട് കേൾക്കുകയാണോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്താണ് സെൻട്രിഫ്യൂജ്? എന്താണ് കേട്ടിട്ടുള്ളത്? സെൻട്രിഫ്യൂജ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്യാമോ? സെൻട്രിഫ്യൂജ് ജസ്റ്റ് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, നോക്കാം. സെൻട്രിഫ്യൂജ് ബ്ലഡ് സെറം സെപ്പറേറ്റ് ചെയ്യാൻ. ഓക്കെ, ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലഡ് സെറം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ശരിയാണ്. അപ്പൊ നമുക്ക് വായിക്കാം. സെൻട്രിഫ്യൂജ് ഈസ് എ ലബോറട്ടറി ഇൻസ്ട്രുമെന്റ്. ലാബിൽ ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ആണ്. ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഫ്ലൂയിഡ്സ്, ഗ്യാസ് ഓർ ലിക്വിഡ് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. അല്ലെ, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ബ്ലഡ് സെറംസും അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ്, ഗ്യാസ്, ലിക്വിഡ്സ്, ഇതിനൊക്കെ അവയുടെ ആ ഒരു വോളിയം അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഡെൻസിറ്റിയുടെ മീൻസ് ആ ഒരു എന്താണ് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ. അതിനെ വേർതിരിക്കാൻ വേണ്ടി ഇപ്പോ ബ്ലഡ് സെൽസിന്റെയും അതുപോലെ തന്നെ ഫ്ലൂയിഡ്, ദ്രാവകം അല്ലെങ്കിൽ ഏതെങ്കിലും വാതകങ്ങളോ ലിക്വിഡുകളോ വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അവിടെ എന്താണ് ചെയ്യുന്നത്? സെപ്പറേഷൻ ഈസ് അറ്റൈൻഡ് ബൈ സ്പിന്നിങ് എ വെസൽ ദാറ്റ് കണ്ടെയ്ൻസ് മെറ്റീരിയൽ അറ്റ് ഹൈ സ്പീഡ്. ദ സെൻട്രിഫ്യൂജ് ഫോഴ്സ് പ്രൊപ്പൽസ് heavier materials to the outside of the vessel. വെസൽ എന്ന് പറഞ്ഞാൽ എന്താ? വെസൽസ് എന്ന് വെച്ചാൽ എന്താണ്? വെസല് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന വെസല്, വെസൽ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? വെസൽസ് കമന്റ് ചെയ്ത എന്താ വെസൽസ്? യെസ്, കേട്ടിട്ടുണ്ട്. പാത്രം. ശരി, പാത്രം എന്ന് തന്നെ. അതായത് ഉയർന്ന ഒരു എന്താ പറയാ, ഉയർന്ന ഒരു വേഗതയില് മെറ്റീരിയൽ അടങ്ങിയ ഒരു പാത്രം, ഒരു വെസലാണ്, ഒരു പാത്രം പോലത്തെ സംഭവമാണ്. ആ ഒരു വെസല് ഇങ്ങനെ കറക്കുന്നതിലൂടെയാണ്, ആ വെസലിലാണ് നമ്മൾ എന്താണോ നമ്മൾക്ക് വേർതിരിച്ച് കിട്ടേണ്ടത് അത് ആ ഒരു പാത്രത്തിലേക്ക് വെക്കുന്നു. ദെൻ അത് ആ ഒരു റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് മീൻസ് എന്താണ്, ഭാരമുള്ള വസ്തുക്കളെ പാത്രത്തിന്റെ പുറത്തേക്ക് തള്ളിവിട്ടിട്ട് നമുക്ക് എന്താണോ സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടേണ്ടത് അതിനെ സെപ്പറേറ്റഡ് ചെയ്ത് ഈ ഒരു സെൻട്രിഫ്യൂജിലൂടെ ലഭിക്കുന്നു. മെയിനായിട്ട് പറയണമെങ്കിൽ ദ്രാവകങ്ങളെയും വാതകങ്ങളെയും വേർതിരിക്കുന്ന ഒരു ലാബിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ദെൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് വൺ, മിനി റോട്ടറി ഷേക്ക്. കേട്ടിട്ടുണ്ടോ? കടയിൽ പോയി കുടിക്കുന്ന ഷേക്ക് അല്ല കേട്ടോ, മിനി റോട്ടറി ഷേക്ക്. ഷേക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, പലതരത്തിലുള്ള ഷേക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ മിനി റോട്ടറി ഷേക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ല, പരിചയമുണ്ടോ? നമുക്ക് ഒട്ടും തന്നെ പരിചയമില്ലാത്ത കുറെ എക്യുപ്മെന്റുകളാണ് അല്ലെ. ആർക്കെങ്കിലും അറിയാമോ മിനി റോട്ടറി ഷേക്ക്? പരിചയമുണ്ടോ? ഇല്ല, ഒരു പരിചയമില്ല നമുക്ക്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഇപ്പൊ പരിചയപ്പെടാം. നോക്കാം. മിനി റോട്ടറി ഷേക്ക്. It helps to mix fluid in test tubes and glass vessels of different volumes. These shakes find applications in pathology, microbiology, chemistry, molecular biology. അല്ലെ, അപ്പൊ നോക്കി, വ്യത്യസ്ത വോളിയങ്ങളുള്ള ഗ്ലാസ് പാത്രങ്ങളിലും മറ്റും ഫ്ലൂയിഡുകളെ കലർത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ മിനി റോട്ടറി ഷേക്ക്. ഷേക്കിന്റെ അർത്ഥം എന്താണ്? ഷെയ്ക്ക് ചെയ്യുക, കലർത്തുക, അല്ലെങ്കിൽ മിക്സ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥമല്ലേ ഷെയ്ക്ക്. അപ്പൊ ആ ഒരു ടേം പറയുന്നത് പോലെ തന്നെ നമ്മൾ ഫ്ലൂയിഡ്സിന്റെയും മറ്റും ടെസ്റ്റ് ട്യൂബിലോ അല്ലെങ്കിൽ ഗ്ലാസ് വെസൽസിലോ കലർത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് അത്. നോക്കാം ഇനി അത് എവിടേക്കാണ് അത് ഉപയോഗിക്കുന്നതെന്ന്. ഈ റോട്ടറി ഷേക്ക് ഉപയോഗിക്കുന്നത് പാത്തോളജിയിൽ, അതുപോലെ തന്നെ മൈക്രോബയോളജി ലാബുകളിലും മറ്റും, കെമിസ്ട്രി, അതുപോലെ തന്നെ മോളിക്കുലാർ ബയോളജി, ഈ ഒരു മിക്കതും സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെയാണ് ഈ റോട്ടറി ഷേക്ക് എന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത്. പാത്തോളജി എന്ന് വെച്ചാൽ എന്താ? പാത്തോളജി വല്ല ഐഡിയ ഉണ്ടോ? പാത്തോളജി കേട്ടിട്ടുണ്ടോ? പാത്തോളജി ഒരു ഐഡിയ ഇല്ല. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം കേട്ടോ. അതായത് ഇപ്പൊ രോഗസ്വഭാവ ലക്ഷണങ്ങള്, കാരണങ്ങള്, ഒരു രോഗത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ആ ഒരു പഠനശാഖയാണ് പാത്തോളജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് മിനി റോട്ടറി ഷേക്ക്. ഷേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റഡി ഓഫ് ഡിസീസസ് കേട്ടോ. ഒന്ന് എഴുതിയിട്ടോളൂ, നിങ്ങൾ ആ കോപ്പിയിൽ തന്നെ എഴുതിയിട്ടോളൂ. പാത്തോളജിയുടെ സൈഡിൽ എഴുതാം സ്റ്റഡി ഓഫ് ഡിസീസസ്. ഓക്കെ, അപ്പൊ മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഷേക്ക് ചെയ്യുക, കലർത്തുക എന്നുള്ള ഒരു കാര്യം ഓർക്കുക. നെക്സ്റ്റ് വൺ, ട്രേഡ് മിൽ.
കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. ഇത് നിങ്ങൾ പിക്ചറിൽ നോക്കിയേ, ട്രേഡ് മില്ല് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ട്രേഡ് മില്ല് കണ്ടിട്ടുണ്ടോ? ഇത് കാണാൻ സാധ്യതയുണ്ടല്ലോ. യെസ്, നമ്മൾ എക്സസൈസ് ചെയ്യാനും വാക്കിംഗ് അല്ലെ നടത്തത്തിനൊക്കെ ഉള്ളൊരു ട്രേഡ് മില്ല് എന്ന് പറഞ്ഞൊരു എക്യുപ്മെന്റ് ആണ്. നോക്കാം. ഓൾസോ നോൺ ആസ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. അപ്പോ ഈ ട്രേഡ് മില്ലിന് നമുക്ക് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയാം അല്ലെ. ഹോസ്പിറ്റലുകളിലൊക്കെ ഈ ഒരു കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും അസുഖത്തിന് നെഞ്ചുവേദന മറ്റും അങ്ങനെ അസുഖങ്ങളൊക്കെ ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഈ ഒരു ടെസ്റ്റ് ഹോസ്പിറ്റലില് ഫിസിഷ്യൻസ് നടത്താറുണ്ട്. നോക്കാം. ദിസ് ഈസ് എ കാർഡിയോളജിക്കൽ ടെസ്റ്റ് അല്ലെ. കാർഡിയോളജിക്കൽ ടെസ്റ്റ് ആണ്, ഹൃദയ സംബന്ധമായിട്ടുള്ള ടെസ്റ്റ് ആണ്. ദാറ്റ് ഇവാലുവേറ്റ് ദ ഹാർട്ട്സ് കപ്പാസിറ്റി ടു റെസ്പോണ്ട് എക്സ്റ്റേണൽ സ്ട്രെസ് ഇൻ എ കൺട്രോൾഡ് ക്ലിനിക്കൽ സറൗണ്ടിങ് അല്ലെ. നമുക്കറിയാം ഈ ഒരു ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മളുടെ ഹാർട്ടിന്റെ കപ്പാസിറ്റി അല്ലെ, നമ്മളുടെ ഓരോരുത്തരുടെയും ഹാർട്ടിന്റെ കപ്പാസിറ്റി ബാഹ്യ സമ്മർദ്ദത്തോട്, ചുറ്റുപാടിനോടുള്ള സ്ട്രെസ്സിനോട് നമ്മളുടെ ഒരു പ്രതികരിക്കാനുള്ള കപ്പാസിറ്റി എത്രത്തോളം നമ്മുടെ ഹാർട്ടിന് കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഈ ഒരു കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റിലൂടെ നമ്മൾ അളക്കുന്നത്. അപ്പോൾ അത് സമ്മർദ്ദ പ്രതികരണം അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് ചെയ്യുന്നത്, മീൻസ് ഹാർട്ട് നല്ല രീതിയിൽ പ്രോപ്പർ ആണോ, അതിന് കപ്പാസിറ്റി ഉണ്ടോ, ചുറ്റുപാടിലുള്ള പ്രതികരണങ്ങളോട്, സമ്മർദ്ദത്തോട്, അല്ലെങ്കിൽ എന്താണ് ആ ഹൃദയപേശികൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ട്രേഡ് മിൽ എന്ന് പറയുന്നത്. നോക്കാം. The stress response is pleasurable, excite or by during stimulation. പല സമ്മർദ്ദങ്ങള് മെഡിസിൻസോ അല്ലെങ്കിൽ ഉത്തേജനം വഴിയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിൽ നമ്മൾ ആ ഒരു വിഷയത്തിൽ കയറ്റി നിർത്തിയിട്ട് ഡോക്ടർ നോക്കും നമ്മളുടെ ആ ഒരു ഹാർട്ടിന്റെ കപ്പാസിറ്റി ഒക്കെ അളക്കുന്നത്. ഒരു എക്സസൈസ് പോലെയാണ് അല്ലെ. ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ബോഡി ഫുൾ ഫിറ്റ് ആവാനും അതുപോലെ തന്നെ ഹൃദയ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കിംഗ് ആവാനൊക്കെ ഇത് ഉപകരിക്കുന്നു. ട്രേഡ് മിൽ കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ട്രേഡ് മില്ലിന് പറയുന്ന മറ്റൊരു പേരാണ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. ഓക്കെ, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് അറിയപ്പെടുന്ന പേര് ട്രേഡ് മില്ല് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ബ്രാക്കറ്റിലുള്ളത് കുറച്ച് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഗ്ലൂക്കോമീറ്റർ. ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് ഉണ്ടോ? ആരുടെങ്കിലും വീട്ടിലുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഗ്ലൂക്കോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നത്? ഷുഗർ ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, ഷുഗർ ടെസ്റ്റ് അല്ലെ. ദെൻ നിങ്ങളുടെ എത്ര പേരുടെ വീട്ടിലുണ്ട് ഈ ഒരു എക്യുപ്മെന്റ്? ചെറിയൊരു എക്യുപ്മെന്റ് ആണ്, നമുക്ക് വീടുകളിൽ തന്നെ ഇരുന്ന് നോക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ എങ്ങനെയാണ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മെഷീനിലൂടെ? എങ്ങനെയാണ്? വീട്ടിലുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. എങ്ങനെയാണ് എങ്ങനെയാണ് നോക്കുന്നത്? ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്ട്രിപ്പ് ഉണ്ടാവും, അതിന്റെ ഒപ്പം തന്നെ ഒരു ചെറിയൊരു സ്ട്രിപ്പ് ഉണ്ടാവും. സ്ട്രിപ്പിൽ എന്ത് ചെയ്യും? എന്നിട്ട് നീഡിൽ ഉണ്ടാകും, ഒരു സ്ട്രിപ്പ് ഉണ്ടാവും അല്ലെ ഈ ഗ്ലൂക്കോമീറ്ററിന്റെ ഒപ്പം തന്നെ. ദെൻ എന്നിട്ട് എന്ത് ചെയ്യും? നമ്മള് എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ്? ഒരു ഡ്രോപ്പ് ബ്ലഡ് എടുക്കും അല്ലെ. നമ്മൾ ആ ഒരു നീഡിൽ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു വിരലിന്റെ ആ ഒരു തുമ്പത്തിൽ നിന്ന് ഒരു കുഞ്ഞു ഡ്രോപ്പ് എന്ത് ചെയ്യും? ബ്ലഡ് എടുക്കും. ബ്ലഡ് എന്ത് ചെയ്യും? സ്ട്രിപ്പിൽ വെക്കും അല്ലെ. എന്നിട്ടാണ് ആ സ്ട്രിപ്പ് അതിലോട്ടോട്ട് കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് എത്രയാണോ നമ്മളുടെ മീൻസ് എത്രയാണോ ഷുഗർ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഈ ഒരു പ്രൊസീജിയർ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നോക്കാം. എ ഗ്ലൂക്കോമീറ്റർ ഇസ് എ മെഡിക്കൽ എക്യുപ്മെന്റ് which is used to determine the proper concentration of a glucose in the blood. ബ്ലഡിൽ എത്ര ഗ്ലൂക്കോസ് ഉണ്ടെന്ന് അറിയിക്കാം. It can also be piece of a glucose paper immersed into the substance and measured into the glucose chart. അല്ലെ, നമ്മൾ പറഞ്ഞു ഒരു നീഡിൽ ഉണ്ടാകും, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു പേപ്പർ ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു പേപ്പർ ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു 1 ഡ്രോപ്പ് നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് ആ ഒരു ചാർട്ടിൽ പേപ്പറിൽ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ ഗ്ലൂക്കോമീറ്ററിലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് നമ്മളുടെ ആ ഒരു എത്രത്തോളം ആണെന്നുള്ള ഒരു അളവ് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. എക്സ്ട്രാ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഇൻഫ്യൂഷൻ പമ്പ്. ഇൻഫ്യൂഷൻ പമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലുകളിൽ വല്ലതും പോയപ്പോ? ഇൻഫ്യൂഷൻ പമ്പ് ആർക്കും അറിയില്ല? ഓക്കെ, നോക്കാം. ഇൻഫ്യൂഷൻ പമ്പ് An infusion pump injects fluids, medications of nutrients into patient's circulatory system. It is commonly used intravenously, although subcutaneous
RTL and sometimes used for epidural infusion. അപ്പോ ഒരു ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇൻട്രാവീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ നമ്മളുടെ ഇൻട്രാവീനിയസ് ഞരമ്പിലൂടെയല്ലേ നമുക്ക് ആ ഒരു ട്രിപ്പ് ഇടുമ്പോ മെഡിസിൻസും കാര്യങ്ങളും ഞരമ്പിലൂടെ നമുക്ക് ആ ഒരു മെഡിസിൻസും കാര്യങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട് ഇല്ലേ? അങ്ങനെയാണോ? കയ്യില് ഒരു ട്രിപ്പൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുമ്പോൾ ഇൻട്രാവീനിയസിലൂടെ ആ ഒരു മെഡിസിൻസും മറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ആ ഒരു ഇൻട്രാവീനിയസിലൂടെയാണ് മെഡിസിൻസും മറ്റും കിട്ടുന്നത് അല്ലെ? അതായത് രോഗിയുടെ ആ ഒരു മീൻസ് ആ ഒരു സർക്കുലറി സിസ്റ്റം രക്തചംക്രമണത്തിലൂടെ ദ്രാവകങ്ങളും മറ്റും വെയിനിലേക്കാണ് ഈ മരുന്നുകളും മറ്റും വെയിനിലേക്ക് കയറാനായിട്ട് അനുവദിക്കുന്ന, അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രോഗിയുടെ രക്തചംക്രമണ സംവിധാനത്തിലൂടെ മീൻസ് വെയിനിലേക്ക് മെഡിസിൻസും ന്യൂട്രീഷൻസും മറ്റും. ന്യൂട്രീഷൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ട്രിപ്പൊക്കെ ഇടൂലേ, നമ്മള് ഭയങ്കര ട്രിപ്പൊക്കെ ഇട്ട് കിടക്കാറുണ്ട് അല്ലെ? അപ്പൊ അതൊരു ന്യൂട്രീഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻട്രാവീനിയസിലൂടെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഇൻഫ്യൂഷൻ പമ്പ്. അതിലൂടെയാണ് ആ മെഡിസിൻ ആ ഒരു വലിയൊരു ഇഞ്ചക്ഷനിലൂടെ ഇത്ര അളവ് മെഡിസിൻ ഇൻഫ്യൂഷൻ പമ്പിലൂടെ കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് ആ ഒരു കാനുലാസ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ വെയിനിലേക്ക് ഈ ഒരു മെഡിസിൻസും മറ്റും കാര്യങ്ങളും നമ്മുടെ വെയിനിലേക്ക് എത്തുന്നത്. ഓക്കെ, നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ. നോട്ട്ബുക്കിന്റെ കയ്യില് നോട്ട്ബുക്ക് എടുത്തോളൂ കേട്ടോ. ഇൻഫ്യൂഷൻ പമ്പ് എഴുതാം, നോട്ട്ബുക്ക് എടുക്കുക, നോട്ട്ബുക്കും പെന്നും എടുക്കുക കേട്ടോ. ഓക്കെ, എടുത്തോ നോട്ട്ബുക്ക്? ഓക്കെ, ദെൻ എഴുതിക്കോളൂ ഇൻഫ്യൂഷൻ പമ്പ്. കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതിക്കോളൂ കേട്ടോ. നമ്മൾ കുറെ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതിക്കോളൂ ഇൻഫ്യൂഷൻ പമ്പ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യൂ. മെഡിക്കൽ ഡിവൈസ്, മെഡിക്കൽ ഡിവൈസ്, മെഡിക്കൽ ഡിവൈസ് delivers medical device delivers fluids medical device delivers fluids such as nutrients and medication. Medical device delivers fluids such as nutrients and medication into a patient body in controlled amounts. കൺട്രോൾഡ് ആയിട്ടുള്ള എമൗണ്ടില് പേഷ്യൻസിന്റെ ബോഡിയിലേക്ക് മെഡിസിൻസും മറ്റും ഫ്ലൂയിഡ്സും ന്യൂട്രിയൻസിനെ നമ്മൾ ഡെലിവർ ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഇൻഫ്യൂഷൻ പമ്പ്. കംപ്ലീറ്റ് ആയോ? എഴുതി കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. എക്സ്റേ നമുക്കറിയാം, പ്രത്യേകിച്ച് പറയണ്ട, ജസ്റ്റ് ഒന്ന് വായിക്കാൻ നോക്കാം. X-ray is a stiff, pain-free procedure that is done to make images of the structures within the body, especially the bones. അല്ലെ, നമുക്കറിയാം എക്സ്റേ എന്ന് പറഞ്ഞാൽ ഒരു പെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. എക്സ്റേ എടുക്കുമ്പോ വേദന എടുക്കാറുണ്ടോ? പെയിൻ തോന്നാറുണ്ടോ? എക്സ്റേ എടുക്കുമ്പോ പെയിൻ അനുഭവപ്പെടാറുണ്ടോ? ഇല്ല അല്ലെ? വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ്. എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ എക്സ്റേ എടുക്കുന്നത്? എപ്പോഴൊക്കെയാണ്? ഒരു ചെറിയൊരു പനിയും ചുമയും വന്നിട്ടുണ്ടെങ്കിൽ എക്സ്റേ എടുക്കാറുണ്ടോ? ഇഞ്ചുറി സംഭവിക്കുമ്പോഴും അതുപോലെ തന്നെ എന്താണ് ഒടിവ്, എവിടെയെങ്കിലൊക്കെ പോയി ഒടിവും ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ബോൺ പെയിനും മറ്റും ഒടിവുകളോ ഫ്രാക്ചറോ അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്റേ എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ CT സ്കാൻ. CT സ്കാൻ കേട്ടിട്ടുണ്ടോ? ദെൻ എന്തിനാണ് CT സ്കാൻ ഉപയോഗിക്കുന്നത്? എപ്പോഴാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് CT സ്കാൻ ചെയ്യണം എന്ന് പറയുന്നത്?
CT സ്കാൻ ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ ആർക്കൊക്കെ ആയിരിക്കും ചെയ്യുന്നത്? ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് CT സ്കാൻ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമാണോ? നോക്കാം. CT സ്കാനിന്റെ എക്സ്പാൻഡ് നെർവേഴ്സിനെയൊക്കെ നമുക്ക് നോക്കാറുണ്ട്. നോക്കാം. CT സ്കാൻ, ഈ CT എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ. കേട്ടോ, CT സ്കാനിന്റെ ഫുൾ ഫോം ആണ് കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. ആദ്യമായിട്ട് കേൾക്കുകയാണോ? അണ്ടർലൈൻ ചെയ്തോളൂ. CT കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ. കേട്ടോ, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ or a CT scan utilizes computer processed combination of many X-ray measurement taken from various angles to make cross-sectional image of particular area of a scanned object, permitting user to observe inside the object without tearing. എന്താണ് അവിടെ CT സ്കാനിലൂടെ ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞു ബ്രെയിനിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ CT സ്കാൻ അല്ലെ, ഇപ്പൊ തലയ്ക്ക് എന്തെങ്കിലും പരിക്കുകളോ വരുമ്പോൾ CT സ്കാൻ ഒക്കെ ചെയ്ത് നോക്കാനായിട്ട് പറയും അല്ലെ. അപ്പൊ നോക്കി, സ്കാൻ ചെയ്ത ഇപ്പൊ നമ്മൾ സ്കാൻ ചെയ്യുന്ന വസ്തുവിന്റെ പ്രത്യേക ഭാഗങ്ങൾ ഓരോ കോണിലൂടെയും നമുക്ക് ക്രോസ് സെക്ഷൻ ഇമേജുകൾ നിർമ്മിക്കുന്നതിനും അല്ലെങ്കിൽ വിവിധ കോണുകളിൽ നിന്നും അല്ലെ വേരിയസ് ആംഗിൾസിൽ നിന്നും നമുക്ക് ആ ഒരു ഇമേജ് സ്കാൻ ചെയ്തിട്ട് അളവ് അത് കോണുകളിൽ നിന്നും എക്സ്റേ എടുക്കാനും ഇതുപോലെ CT സ്കാൻ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ അളവുകൾ മീൻസ് ആ സ്കാൻ ചെയ്തെടുക്കുന്നത് കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്യാനും സാധിക്കും. അത് പ്രോസസ്സ് ചെയ്തിട്ട് അത് സംയോജിപ്പിക്കാൻ സാധിക്കും. ഓരോ കോണിലൂടെയും ഓരോ ബ്രെയിനിന്റെ ആയാലും നമ്മൾ ചെയ്യുമ്പോൾ അത് ഓരോ ഡിഫറെന്റ് കോണിൽ നിന്ന് സ്കാൻ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ടോട്ടലി അത് സംയോജിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് വേറെ അങ്ങനെ പെയിൻ വരികയോ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സ്കാൻ രീതിയാണ്. അപ്പോ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. CT സ്കാന്റെ ഫുൾ ഫോം കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ MRI. അതും ഒരു MRI ചെയ്യുന്നു അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. MRI എന്തിനു വേണ്ടിയിട്ടാണ് MRI ചെയ്യുന്നത്? MRI ചെയ്യുന്നത് എന്തിന്റെയൊക്കെ ആയിരിക്കും? ഓർഗൻസിന്റെ ആണ്. ഓക്കെ, ദെൻ അങ്ങനെ ഡിഫറെന്റ് ഏതെങ്കിലും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസ് എന്ന് എടുത്ത് പറയുന്നുണ്ടോ MRIയില്? ബ്രെയിൻ. ഓക്കെ, പക്ഷെ ബ്രെയിൻ മാത്രമല്ല നമ്മളുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ അല്ലെ, ആ ബോൺസിന്റെ ആയാലും ഓക്കെ നമ്മളുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ ഘടനയും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെയൊക്കെ പകർത്തിയെടുക്കാനുള്ള ഒരു സ്കാനിങ് രീതിയാണ്. ഉള്ളിലുള്ള ആന്തരിക ഘടനയിലുള്ള കാര്യങ്ങളെ പകർത്തിയെടുക്കുന്ന ഫുൾ ബോഡി. ഓക്കെ, നോക്കാം. ഇനി MRIയുടെ ഫുൾ ഫോം നോക്കൂ, മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിങ്. കേട്ടോ, റിസോണൻസ് ഇമേജിങ് MRI ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അടയാളപ്പെടുത്തി അണ്ടർലൈൻ ചെയ്തോളൂ. മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിങ് MRI. ഓക്കെ, MRI makes sure of a large magnet and radio waves to observe organ structure inside the body. അല്ലെ, നമ്മളുടെ ബോഡിയിലെ ഒരു ലാർജ് ഒരു മാഗ്നറ്റിക് റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഫുൾ ബോഡി ഇൻസൈഡില നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ ഘടനയും പ്രവർത്തനങ്ങളും പകർത്തിയെടുക്കുന്ന ഒരു സ്കാനിങ് രീതിയാണ്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് മേക്ക് യൂസ് ഓഫ് MRI സ്കാൻ ടു ഡയഗ്നോസ് വേരിയസ് കണ്ടീഷൻസ് ദാറ്റ് അഫക്ട്. അല്ലെ, പല സിറ്റുവേഷൻസിലും MRI സ്കാൻ നമ്മൾ ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പറയാറുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് MRI വേണ്ടി വരുന്നതെന്നാണ് ഇനി പറയുന്നത് കേട്ടോ. ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അല്ലെ, ബ്രെയിനിന്റെയോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിന്റെയോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ MRI ചെയ്യാനായിട്ട് പറയാറുണ്ട്. അതുപോലെ ബോൺസ് ആൻഡ് ജോയിന്റ്സ്, ബോൺസിനും ജോയിന്റ്സിനൊക്കെ ഉണ്ടെങ്കിൽ അത് പറയും. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് വൺ, ബ്രസ്റ്റുകൾ. അതായത് മീൻസ് എന്താണ്, നമ്മൾ ക്യാൻസറിന്റെ ഒക്കെ പരിശോധിക്കാനും MRI ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ. ക്യാൻസറിന്റെ ആ ഒരു പരിശോധനയ്ക്കൊക്കെ വേണ്ടിയിട്ട് MRI ചെയ്യാറുണ്ട്. ദെൻ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് അല്ലെ, ഹാർട്ടിന്റെയും അതുപോലെ തന്നെ രക്തക്കുഴലുകളും മറ്റും MRI ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ ഒരു ശരീരത്തിനുള്ളിലുള്ള ഇൻസൈഡിനായിട്ടുള്ള ആന്തരിക അവയവങ്ങളുടെ എല്ലാ തരത്തിലും MRI യൂസ്ഫുൾ ആണെന്ന് ഉപയോഗിക്കാറുണ്ട് ഈ ടെസ്റ്റുകൾ. ഓക്കെ, ബ്രെയിനിലും മാത്രമല്ല ശരീരത്തിലെ ആന്തരിക ഘടനയുടെ എല്ലാ തരത്തിലുള്ളതും MRI വഴി നമ്മൾ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ, ഓട്ടോക്ലേവ്. എന്താ ഓട്ടോക്ലേവ്? ഓട്ടോക്ലേവ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഹൈ പ്രഷർ സ്റ്റീം, അതായത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക എന്ന് പറയില്ലേ, ആ ഒരു ടെക്നിക്ക് അതുപോലെ തന്നെയാണ്. അതായത് ഹൈ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട്
സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണിത്. നോക്കാം. An autoclave is a mechanical device that use high temperature, steam and pressure to destroy microorganisms such as bacteria, virus, fungus and spores on items that are put inside it pressure vessels. അല്ലെ, അതായത് എന്താണ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ബീജകോശങ്ങൾ എന്നൊക്കെ ഇല്ല, ബീജകോശങ്ങളാണ് കേട്ടോ. അപ്പോ ഇതൊരു ഹൈ ടെമ്പറേച്ചർ സ്റ്റീമിൽ വെച്ചുകൊണ്ട് ഈ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയയും വൈറസും ഫംഗസും സ്പോർട്സിനെയൊക്കെ നശിപ്പിക്കുന്ന ഒരു പ്രോസസ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. Autoclaves are commonly used as steam sterilized in healthcare, laboratory, food and pharmaceutical industry. അപ്പോൾ ഒരു ഹെൽത്ത് കെയറിലും അതുപോലെ തന്നെ ലബോറട്ടറിയിലും അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെയാണ് നമ്മളിത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഓട്ടോക്ലേവ്. നെക്സ്റ്റ് ആണ് ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്റർ നമ്മൾ എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് കണ്ടു കാണും അല്ലെ. ഇൻക്യുബേറ്റർ കുറച്ചും കൂടി പരിചിതമുള്ള ഒരു ഉപകരണമാണ് അല്ലേ, ആണോ? ഇൻക്യുബേറ്റർ കേട്ടിട്ടെങ്കിലും ഉണ്ടാവുമല്ലോ. ഇൻക്യുബേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? എക്സ്പെഷ്യലി ഇൻക്യുബേറ്റർ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇൻക്യുബേറ്റർ ആർക്ക് വേണ്ടിയിട്ടാണ്? ന്യൂബോൺ ബേബി അല്ലെ, നമ്മൾ ജനിച്ച ഉടനെയുള്ള കുഞ്ഞ് ന്യൂബോൺ ബേബീസിന് വേണ്ടിയിട്ടാണ് ഇൻക്യുബേറ്റർ. ദെൻ ഇൻക്യുബേറ്ററിൽ എന്തിനാണ് ഇൻക്യുബേറ്ററിൽ പ്രീമേച്ചർ ബേബി, ന്യൂബോൺ ബേബി. ഓക്കെ, നോക്കാം. ഇൻക്യുബേറ്റർ, an infant incubator is a small equipment. ഒരു കുഞ്ഞ് എക്യുപ്മെന്റ് ആണ്, ഇൻഫന്റ് ഇൻക്യുബേറ്റർ ആണ് കേട്ടോ. അപ്പോ കോമൺലി യൂസ്ഡ് ഇൻ പീഡിയാട്രിക് ഹോസ്പിറ്റൽ, പീഡിയാട്രിക് ഹോസ്പിറ്റലുകളിൽ ഉണ്ടാകും. ബർത്തിങ് സെന്റേഴ്സ് അല്ലെ, അതായത് ബർത്തിങ് സെന്റേഴ്സും അതുപോലെ തന്നെ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICU തന്നെ, നിയോനേറ്റൽ ICU അതായത് NICU, കുഞ്ഞുങ്ങളുടെ ICUലും ഇത് ഉണ്ടാകും ഈ ഒരു എക്യുപ്മെന്റ്. Possibly the most apparent function of an infant incubator is to safeguard infant during the earliest stage of life. അതായത് ജീവിതത്തിന്റെ കുഞ്ഞിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ശിശുക്കളെ സംരക്ഷിക്കുന്നതാണ് ഈ ഒരു ഇൻക്യുബേറ്റർ ചെയ്യുന്നത്. ചൂടൊക്കെ നിലനിർത്തി ഇൻക്യുബേറ്ററിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കിടത്താറുണ്ട്. അപ്പോൾ ഇത് NICUലും മറ്റുമൊക്കെയാണ് ഇൻക്യുബേറ്റർ കാണാൻ സാധിക്കുന്നത്. Then മെഡിക്കൽ റെഫ്രിജറേറ്റർ മീൻസ് നമ്മുടെ ഫ്രിഡ്ജ് തന്നെയാണ് ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ റെഫ്രിജറേറ്ററുകൾ എന്താണെന്ന് നോക്കാം. മെഡിക്കൽ റെഫ്രിജറേറ്റർ ആർ പർട്ടിക്കുലർലി ഡിസൈൻഡ് ടു മീറ്റ് ദ റിക്വയറിംഗ് ടെമ്പറേച്ചർ ഡിമാൻഡ്സ് ഫോർ സേഫ് വാക്സിൻ സ്റ്റോറേജ്. നമുക്കറിയാം ചില മെഡിസിൻസുകളൊക്കെ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സൂക്ഷിക്കേണ്ടതായിട്ട് വരും അല്ലെ. ഏതൊക്കെയാണ് അങ്ങനെ? ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? ഏതെങ്കിലും മെഡിസിൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം എന്ന് പറയാറുണ്ട് ഇല്ലേ? ചില മെഡിസിൻസുകള് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം എന്ന് പറയും. ഏതൊക്കെയാണ്? ഇൻസുലിൻ അല്ലെ. ഇൻസുലിൻ അത് ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ അത് അതിന്റെ ഒരു എഫക്ട് കിട്ടില്ല അല്ലെ. ആന്റിബയോട്ടിക്സ് ഉണ്ടാവും, ചില ആന്റിബയോട്ടിക്സ് നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് ഉണ്ടാവില്ലേ, ചിലപ്പോൾ ഇങ്ങനെ പൊടിയായിരിക്കും. അതില് നമ്മള് അതിന്റെ ഒരു സലൈൻ വാട്ടർ ചേർത്തിട്ട് മിക്സ് ചെയ്തൊക്കെ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. കുഞ്ഞിനെ കൊടുക്കുന്ന ആ ടൈമിൽ മാത്രം പുറത്തെടുത്ത് വെക്കാൻ പാടുള്ളൂ ഇല്ലേ. അതുപോലെ തന്നെ നമ്മൾ നെബുലൈസറിൽ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഇല്ലേ, ചെറിയ മീൻസ് ആ ഒരു മെഡിസിന്റെ ലിക്വിഡ് ആയിട്ടുള്ള മെഡിസിൻസ് നെബുലൈസർ യൂസ് ചെയ്യില്ലേ, അതിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജിൽ സ്റ്റോറേജ് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ ഒരു മെഡിക്കൽ ഫ്രിഡ്ജ് ഉണ്ടാകും. മീൻസ് ഫാർമസിയിലും അവിടെയും മെഡിക്കൽ റെഫ്രിജറേറ്റർ അവൈലബിൾ ആയിരിക്കും. ഇനി ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 35 Fahrenheit to 46 F വരെയാണ്. അതാണ് അതിന്റെ ആ ഒരു റേറ്റിലാണ് ആ ഒരു ഇതാണ് സെറ്റ് ചെയ്തിട്ട് അവരെടുത്തത് മെഡിക്കൽ റെഫ്രിജറേറ്ററിൽ. നമ്മളുടെ വീട്ടിൽ വന്നിട്ടായാലും നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ ഇൻസുലിനും മറ്റും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ വാക്കർ അല്ലെ. വാക്കർക്ക് നമുക്കറിയാലോ, പ്രത്യേകം പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം അല്ലെ. വാക്കർ എന്തിനു വേണ്ടിയിട്ടാണ്? വാക്കർ ആർക്കൊക്കെയാണ് വാക്കർ വേണ്ടി വരുന്നത്? വാക്കിംഗ് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ആയിട്ടുള്ളവർക്കൊക്കെയാണ് വാക്കർ അല്ലെ. അത് പ്രായമായവർക്കും അതുപോലെ തന്നെ ഇപ്പോ സപ്പോർട്ടിന് വേണ്ടി ഡിസബിലിറ്റി ആയവർക്കും മറ്റുമൊക്കെയാണ് നമ്മൾ വാക്കർ യൂസ് ചെയ്യുന്നത് അല്ലെ. നോക്കാം. A walker or walking frame is an instrument for elderly and disabled elderly people who require an extra support to maintain balance or stability while they walk അല്ലെ. അപ്പോ എന്താണ്, നമ്മൾ ഡിസബിലിറ്റി ഉള്ളവർക്കും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എൽഡർ ആയിട്ടുള്ളവർക്കൊക്കെയാണ് ഈ വാക്കർ, അവർക്കൊരു വാക്കിംഗ് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് വാക്കർ ഉപയോഗിച്ചു വരുന്നത്. നെക്സ്റ്റ് വൺ ട്രാക്കിയോസ്റ്റോമി.
ട്രാക്കിയോസ്റ്റോമി നമ്മൾ ഇതിക്ക് മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ട്രാക്കിയോസ്റ്റോമി ഉപയോഗിക്കുന്നത്? ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുണ്ട് നമ്മൾ ട്രാക്കിയോസ്റ്റോമി. ദെൻ എയർവേയിലാണ്. ഓക്കെ, ദെൻ ഇനി എന്താണ് നമ്മൾ ട്രാക്കിയോസ്റ്റോമി ചെയ്യുന്നത് നോക്കാം. This surgical procedure consists of making an incision on the anterior aspect of the neck and opening direct airway through an incision in the trachea. അല്ലെ, നമ്മൾ കഴുത്തിന്റെ മുൻഭാഗത്ത് ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് ശ്വാസനാളത്തിലെ മുറിവിലൂടെ നേരിട്ട് ശ്വാസനാളം തുറക്കുകയും മീൻസ് ശ്വാസനാളത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനും എയർവേയിലൂടെ ഈ ശ്വാസം കൊടുക്കാനൊക്കെ മീൻസ് ആ ഒരു വായു കൊടുക്കാനൊക്കെയാണ് ഈ ട്രാക്കിയോസ്റ്റോമി ചെയ്യുന്നത്. ദെൻ നിങ്ങൾ അതൊന്ന് നോട്ട്ബുക്കിൽ ഒന്ന് എഴുതിയിട്ടോളൂ. ട്രാക്കിയോസ്റ്റോമി കേട്ടോ. അടുത്തത് എഴുതിക്കോളൂ, ട്രാക്കിയോസ്റ്റോമി. ട്രാക്കിയോസ്റ്റോമി. ട്രാക്കിയോസ്റ്റോമി എഴുതിയോ? Then tracheostomy നോക്കാം, എഴുതിക്കോളൂ. is a procedure is a procedure to help is a procedure to help air and oxygen is a procedure to help air and oxygen is a procedure to help air and oxygen reach the lungs by creating an opening into the trachea from outside the neck. Trachea from outside the neck. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. is a procedure to help air and oxygen reach the lungs by creating an opening into the trachea from outside the neck. ഒന്നുകൂടി പറയണോ? സ്പീഡ് കൂടിയോ? ഓക്കെ, once more ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. is a procedure to help air and oxygen reaches the lungs by creating an opening into the trachea from outside the neck. Okay, complete ആയോ? Finish? Okay. Then next one നോക്കാം, crutches. എന്താണ് crutches? Crutches means injuries എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ crutches എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിക്ചറിൽ നോക്കൂ. എന്താ പിക്ചറിൽ കാണുന്നത്? പിക്ചറിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ എക്യുപ്മെന്റ്? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എക്യുപ്മെന്റ്? മീൻസ് നമ്മളുടെ കയ്യോ കാലോ ഒക്കെ ഒടിയുമ്പോൾ നമുക്ക് നടക്കുമ്പോൾ ഒരു ഊന്നുവടി പോലെ ഒരു സഹായമായിട്ട് ഊന്നുവടി അല്ലെ, മീൻസ് നമുക്കൊരു സപ്പോർട്ടിംഗ് ആയിട്ട് വാക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വാക്കിംഗ് സ്റ്റിക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോ അത് ഡിഫറെന്റ് ടൈപ്പിലുള്ള ക്രച്ചേഴ്സ് ആണ് ആ പിക്ചർ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ഓക്സിലറി ക്രച്ചസ്, എൽബോ ക്രച്ചസ്, ഗട്ടർ ക്രച്ചസ് അല്ലെ. ഫസ്റ്റ് ഇവിടെ നോക്കി ഓക്സിലറി ക്രച്ചസ്. അതായത് നമുക്ക് ഓക്സിലറി ക്രച്ചസ് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ രണ്ട് കയ്യില് കക്ഷത്തിനിടയിൽ വെച്ചിട്ട് ഇങ്ങനെ മീൻസ് കാലിനൊക്കെ ഇതുള്ള ആളുകളെ കുത്തി മീൻസ് രണ്ട് കൈയുടെ നടുവിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നടക്കില്ലേ? അതാണ് ഈ ഓക്സിലറി. ഇൻഡിവിജ്വൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നോക്കാം. Crutches are a kind of walking aid
that help to enhance the size of an individual base support. ഇൻഡിവിജ്വലിന്റെ ആ ഒരു ബേസ് സപ്പോർട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വാക്കിംഗ് മീൻസ് ഈ ക്രച്ചസ് നമ്മൾ ഉപയോഗിക്കുന്നത്. They carry weight from the legs to the upper body and are many a time used by people who unable are their legs to support their weight. അപ്പോ എന്താണ് നമ്മൾക്ക് ഒരു എന്താണ് നമ്മുടെ ശരീരത്തിന്റെ കാൽമുട്ട് തുടങ്ങി മുകൾ ഭാഗം വരെ വെയിറ്റ് ഇത് സപ്പോർട്ട് ചെയ്ത് നിൽക്കും അല്ലെ, നമുക്ക് നടക്കാനും മറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ക്രച്ചസ് ആണ് പറയുന്നത്. ഓക്സിലറി ക്രച്ചസ്, അതായത് ഇതുപോലെ തന്നെ നമുക്ക് കാലിനൊക്കെ വൈകല്യങ്ങളുള്ളവരും ഡിസബിലിറ്റി ഉള്ള ആളുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കാണാം. ഇതുപോലെ ഇത് ഒരു രണ്ടെണ്ണം ഉണ്ടാകും. അത് ചിലപ്പോ ഈ നമ്മുടെ കൈക്കിടയിൽ മീൻസ് കഷത്തിന്റെ അവിടെയായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നടക്കുന്ന ആളുകളുണ്ട് ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? നിങ്ങള് കണ്ടിട്ടുണ്ടോ? യെസ്, ഓക്കെ. അപ്പൊ അതാണ് ആക്സിലറി ക്രച്ചസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എൽബോ ക്രച്ചസ്. മീൻസ് എൽബോ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പോ വീക്ക് ഹാൻഡ് എൽബോ മീൻസ് കൈക്ക് എന്തെങ്കിലും കൈമുട്ടിനൊക്കെ കൈയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ കൈ ഇതിനുള്ളിലേക്ക് കിടത്തിയിട്ട് നമുക്ക് ആ കൈക്ക് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ കൈകൾക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൽബോ ക്രച്ചസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഗട്ടർ ക്രച്ചസ്. ഗട്ടർ ക്രച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം ഈ ഒരു നമ്മുടെ കൈമുട്ട് ഈ ഒരു 90 ഡിഗ്രി ആംഗിളിൽ കൈമുട്ടിന് ഒരു സപ്പോർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗട്ടർ ക്രച്ചസും ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, ക്രച്ചസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് ആയിട്ട് നമ്മളുടെ ആ ഒരു ബേസ് ഓഫ് സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രച്ചസ് ഉപയോഗിക്കുന്നത്. ദെൻ കാർഡിയാക് മോണിറ്റർ. എന്താണ് കാർഡിയാക് മോണിറ്റർ? എന്താ കാർഡിയാക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും കാർഡിയാക് മോണിറ്റർ? നമ്മൾ ഒത്തിരി ക്ലാസ്സുകളിൽ ഈ കാർഡിയാക് എന്നുള്ളൊരു ടേം എപ്പോഴും പറയാറുണ്ട്. ഓക്കെ, ഹാർട്ട് അല്ലെ, ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ cardiac monitor is an equipment that exhibits the electrical and pressure waveforms of the cardiovascular system for measurement and treatment. Parameters particular to respiratory function can also be calculated. It is most commonly used in emergency room and critical care areas. Observe postoperative patients, patients with critical electrolyte imbalance and other unstable patient. അപ്പോൾ ഇത് കുറച്ച് ക്രിട്ടിക്കൽ ഏരിയകളിലും മറ്റ് എമർജൻസി റൂമുകളിലാണ് ഈ ഒരു കാർഡിയാക് മോണിറ്റർ കണ്ടുവരുന്നിട്ടുള്ളത്. നമ്മൾ പറയുന്നത് പോലെ തന്നെ ഹാർട്ടിന്റെ അല്ലെ, ഇപ്പൊ നമ്മളുടെ ഹൃദയത്തിന്റെ വൈദ്യുത സമ്മർദ്ദ തരംഗങ്ങളെ അളക്കുന്നതിനും അതിനെ ചികിത്സിക്കുന്നതിനുമായിട്ടുമാണ് നമ്മൾ കാർഡിയാക് മോണിറ്റർ ഉപയോഗിച്ച് വരുന്നത് അല്ലെ. അതുപോലെ തന്നെ ശ്വസന പ്രവർത്തനത്തിന്റെ പാരാമീറ്ററുകൾ അളക്കാനും പിന്നെന്താണ് ശസ്ത്രക്രിയ രോഗങ്ങൾ മീൻസ് ഇപ്പൊ സർജറി കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ ഇത് വെച്ചിട്ട് നമ്മൾ മീൻസ് കാർഡിയാക് മോണിറ്ററിൽ നോക്കാറുണ്ട്. മീൻസ് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ അസന്തുലിതമായിട്ടുള്ള ഇലക്ട്രോലൈറ്റുകൾ നമ്മുടെ ശരീരത്തില് മീൻസ് ഈക്വൽ ആണോ അല്ലെങ്കിൽ ഇംബാലൻസ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ അസ്ഥിരമായിട്ടുള്ള രോഗികൾ മീൻസ് മറ്റെന്തെങ്കിലും ഹേർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസിനൊക്കെയാണ് കാർഡിയാക് മോണിറ്റർ യൂസ്ഫുൾ ആയിട്ടുള്ളത്. മെയിൻ ആയിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അളക്കുന്നതിനും മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ കാർഡിയാക് മോണിറ്റർ ഉപയോഗിച്ച് വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ നമ്മളുടെ ഈ ഒരു എക്യുപ്മെന്റ്സിലെ ലാസ്റ്റ് മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ് ട്രാക്ഷൻ? ഒരു പിക്ചർ കാണുന്നുണ്ടോ? ഒരാള് മൊത്തത്തില് അല്ലെ pulling force in the body. Okay, traction നോക്കാം. Traction is a set of mechanism to straighten broken bones or relieve pressure on the spine and bones. There are mainly two types of traction: skin traction and skeletal traction. They are utilized in orthopedic medicine. അല്ല, ഓർത്തോപീഡിയാക്കിലാണ് ഈ ഒരു ട്രാക്ഷൻ കൊണ്ടുവരുന്നത്. അതായത് നമുക്കറിയാം നമ്മളിപ്പോ കൈയോ അല്ലെങ്കിൽ കാലോ പൊടിഞ്ഞു കഴിയുമ്പോൾ അല്ലെ, തകർന്ന എല്ലുകള് അല്ലെങ്കിൽ നേരെയാകുന്നതിനോ ഇപ്പൊ നട്ടലിലും മറ്റു അസ്ഥികളിലും സമ്മർദ്ദം ഒഴിവാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ്. നമ്മളിങ്ങനെ കാലും കൈയൊക്കെ ഒടിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ തൂക്കിയിടുക എന്ന് പറയില്ലേ, അതിനെയാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ കാർഡിയാക് മോണിറ്റർ ഒന്ന് എഴുതിയെടുക്കണേ, നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ. കാർഡിയാക് മോണിറ്റർ ഹെഡിങ് കൊടുക്കുക കേട്ടോ. കാർഡിയാക് മോണിറ്ററിന് ഹെഡിങ് കൊടുക്കുക.
cardiac monitor. Okay, cardiac monitor ഏതാ? A heart monitor, a heart monitor, a heart monitor can provide, a heart monitor can provide valuable information, to help your ഒന്നുകൂടി പറയണോ? Okay. A heart monitor can provide valuable information to help your provider, diagnose your heart issue. Okay. Complete ആയോ? Help your provider diagnose your heart issue. Okay. Then നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നമ്മള് 43 എക്യുപ്മെന്റ് ആണ് അല്ലെ, 43 എക്യുപ്മെന്റ്സ് ആണ് ഒരു ഹോസ്പിറ്റലിനുള്ളിൽ ഉപയോഗിച്ച് വരുന്ന 43 എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത് അല്ലെ. വേറെ ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, ഓൺലി എക്യുപ്മെന്റ്സിനെ പറ്റി മാത്രമാണ്. എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞെങ്കിലും ഇരിക്കുക, ഒന്നും അറിയാതെ പോകരുത് ഒരു എക്യുപ്മെന്റ്സിനെ കുറിച്ച്. ഓക്കെ, ദെൻ നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതില്ല വന്നിട്ടുള്ള ഫുൾ ഫോമുകൾ മാത്രം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ഫസ്റ്റ് തുടങ്ങി വന്നിരിക്കുന്നതേ ഫുൾ ഫോമുകൾ മാത്രം എക്യുപ്മെന്റ്സിന്റെ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എഴുതിക്കോളൂ. AFD, സോറി AED കേട്ടോ, AED. അത്യാവശ്യം വേണ്ടത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിടാനാണ്. AED, automated external defibrillators. എഴുതിയോ? AED കഴിഞ്ഞോ? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. സ്ക്രീനിലുണ്ടല്ലോ, നോക്കി. ഞാൻ ടൈപ്പ് ചെയ്തിടുമ്പോഴേക്കും അവിടെ ആരെങ്കിലും നിങ്ങൾ തന്നെ ഫ്രണ്ട്സ് കമന്റ് ഇടും. ഓക്കെ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. ECG അറിയാലോ, ഇലക്ട്രോ. BMI എഴുതിക്കോളൂ. BMI, ബോഡി മാസ് ഇൻഡെക്സ്. BMI, ബോഡി മാസ് ഇൻഡെക്സ്. Then COPD. ഓർമ്മയുണ്ടോ? എന്തായിരുന്നു?
COPD കമന്റ് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് നമ്മൾ ക്ലാസ്സില്. COPD ആർക്കും ഓർമ്മയില്ല? COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ക്ലാസ് എടുത്തപ്പോ ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, സെപ്പറേറ്റ് ഒന്നും എഴുതി വെച്ചോളൂ. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ദെൻ EG നിങ്ങൾ എഴുതി കാണും, എഴുതിയിട്ടുണ്ട് നമ്മള്. ഇലക്ട്രോ എൻസിഫാലോഗ്രാം കേട്ടോ, EG ഇലക്ട്രോ എൻസിഫാലോഗ്രാം. എഴുതുന്നുണ്ടോ നിങ്ങള്? എഴുതണില്ലേ ഞാൻ പറയുന്നത്? യെസ്. ദെൻ EMG എഴുതിക്കോളൂ, ഇലക്ട്രോമയോഗ്രഫി. EMG ഇലക്ട്രോമയോഗ്രഫി. നെക്സ്റ്റ് ഏതാ? PFT പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. PFT പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. EEG ഇലക്ട്രോ എൻസിഫാലോഗ്രാം. ക്ലാസ് എടുത്തപ്പോ ഞാൻ പറഞ്ഞായിരുന്നു, ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോ PFT ടെസ്റ്റ് ചെയ്തു. ഓക്കെ ചോദിക്കാം കേട്ടോ. Then CT കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. CT സ്കാൻ എഴുതിക്കോളൂ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. EEG ആണോ? ഇലക്ട്രോ എൻസിഫാലോഗ്രാം. CT സ്കാൻ എഴുതിക്കോളൂ, കമ്പ്യൂട്ടർഡ് ടോമോഗ്രഫി സ്കാൻ. ദെൻ അതിനുശേഷം MRI എഴുതിക്കോളൂ കേട്ടോ. MRI മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ്. മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ്. MRI. ദെൻ മെഡിക്കൽ റെഫ്രിജറേറ്റർ, ട്രാക്കിയോസ്റ്റോമി ഒക്കെ അറിയാലോ. ഓക്കെ, ഇത്രയും വരുന്നുള്ളൂ. ഇപ്പൊ എത്ര എണ്ണം നമ്മൾ എഴുതി ഒരു ചാപ്റ്ററിൽ നിന്ന്? ഇപ്പൊ എത്ര എണ്ണമായി ഇപ്പൊ ഫുൾ ഫോം ഇപ്പൊ നമ്മൾ എഴുതിയത് ടോട്ടല്? MRI ആണോ? MRI ടെക്സ്റ്റിൽ മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിങ് കേട്ടോ. ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ. കംപ്ലീറ്റ് ആയവരെ നോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. PFT ടെസ്റ്റ് ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ആരായിരുന്നു? PF ആരായിരുന്നു ചെയ്തെന്ന് പറഞ്ഞത്? കുഞ്ഞിന് പേര് ശ്രദ്ധിച്ചില്ല. ആരായിരുന്നു? പറയൂ. PF നീതു ആണോ? ഓക്കെ, നീതു ആണോ PFT ടെസ്റ്റ് ഇന്നലെ ചെയ്തു എന്ന് പറഞ്ഞത്? ആണോ? ആളുണ്ട് ഇവിടെ. ഓക്കെ, ആരായിരുന്നു? ദെൻ പറഞ്ഞോളൂ, എങ്ങനെയാണ് ചെയ്തത് ടെസ്റ്റ്? എന്തായിട്ടായിരുന്നു അപ്പോ? ഓക്കെ, എനിക്ക് പേര് ശ്രദ്ധിച്ചില്ല. ആരായിരുന്നു? പറയൂ. ഇല്ല ആളിവിടെ.
ഓക്കെ. ദെൻ അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ആശ്വാസം ഓക്കെ. ദെൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ 10 മിനിറ്റ് നമ്മൾ അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ലാസ്റ്റ് നമുക്ക് വേറെ ക്ലാസ്സിൽ ഇന്ററാക്ഷൻസ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം. രണ്ടാമത്തെ ഒന്നുകൂടെ പറയാവോ? PMI ആണോ? ബോഡി മാസ് ഇൻഡെക്സ് കേട്ടോ. ബോഡി മാസ് ഇൻഡെക്സ് സ്പെല്ലിംഗ് ഒന്ന് പറയാവോ? MASS ബോഡി മാസ് ഇൻഡെക്സ്. ഓക്കെ. ദെൻ ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആയവരൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നോട്ട്സ് ഒക്കെ ഇപ്പോൾ ക്ലാസ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ദെൻ അപ്പോ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഇവിടെ തീരെയാണ്. കാരണം ഇതൊരു ഒരു എക്യുപ്മെന്റ്സിനെ കുറിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. വേറെ എക്സ്ട്രാ പോയിന്റ്സുകളോ ഒന്നും പറയുന്നില്ല. അത് കാരണമാണോ എന്ന് എനിക്ക് അറിയില്ല. കുറച്ച് ബോറിംഗ് ഉണ്ടാകാം അല്ലെ. അതുകൊണ്ടാണോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 59 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് 51 ആയി, 53 ആയി, 54 ആയിട്ട് അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണില്ല എന്ന് വിചാരിക്കും. പക്ഷെ അത് എനിക്കറിയില്ല ബോറിംഗ് ആയിട്ടാണോ എന്തുകൊണ്ടാണ് അങ്ങനെ ലിവ് ചെയ്ത് പോയതെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇന്റേണൽ മാർക്സ് ഇതിന്റെ ഒപ്പമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യണം കറക്റ്റ് ആയിട്ട്. ഓക്കെ. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ആരൊക്കെയാണ് ഇങ്ങനെ ക്ലാസ്സിന്റെ ഇടയിൽ ലിവ് ചെയ്യുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ ഇന്നിപ്പോ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഇതുപോലെ 59 മാക്സിമം 59 ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വെച്ച് 54 ആയി, 53 ആയിട്ടുണ്ട്. അത് ഇനിയിപ്പോ ഈ ചാപ്റ്ററിന്റെ ബോറടിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ക്ലാസ് കേട്ടിട്ട് ബോറായത് കൊണ്ടാണോ ലിവ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ക്ലാസ് പൂർണ്ണമായിട്ടും കൃത്യമായിട്ടും ഇനി അഥവാ നിങ്ങൾക്ക് ക്ലാസ്സിനിടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോബ്ലം പറഞ്ഞോളൂ. നിങ്ങൾക്ക് ലിവ് ചെയ്ത് പോകാം. ഓക്കെ. ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം എന്നുള്ള ഒരു ധാരണയായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സുകൾ അല്ലെ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പലപ്പോഴും നമ്മൾ ഒട്ടും തന്നെ പഠിക്കാൻ പറ്റാത്ത തന്നെ പക്ഷെ ക്ലാസ് കേട്ടുകൊണ്ട് മാത്രം നമുക്ക് അല്ലെ ക്ലാസ് കേട്ടുകൊണ്ട് മാത്രം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇന്ന് ഞാൻ അങ്ങനെ എന്റെ ശ്രദ്ധയിൽ പെട്ടത് കൊണ്ട് ഞാൻ പറഞ്ഞാണ്. ഓക്കെ. അപ്പൊ ക്ലാസ് മുഴുവനായിട്ടും തന്നെ അറ്റൻഡ് ചെയ്യുക. ആരൊക്കെയാണ് ഇനി ലിവ് ചെയ്തേക്കണേന്ന് അവർക്കറിയാം. അപ്പൊ അത് ഇനി ഇങ്ങനെ ഉണ്ടാവരുത്. ക്ലാസ് ലാസ്റ്റ് വരെ കാണുക. അതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ. ഓക്കെ. മാം അടുത്ത ക്ലാസ്സിൽ എക്സാം പറഞ്ഞില്ലേ? ഫുൾ ഫോമിന്റെ ആണോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇടാട്ടോ. നിങ്ങളെ കൊണ്ട് 6th പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഞാൻ കറക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡേ പറയാം. ഓക്കെ. ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നെക്സ്റ്റ് വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് എടുക്കാം. ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ മാഡം? നെക്സ്റ്റ് ചാപ്റ്റർ കൺഫേം ചെയ്തിട്ട് ഞാനൊന്ന് അറിയിക്കാം കേട്ടോ. നമുക്കത് ഏത് ചാപ്റ്റർ ആണെന്നേ ഓർഡറിലല്ലല്ലോ പോകുന്നത്. ഓക്കെ, ഞാൻ കൺഫേം ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.